ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. രാഷ്ട്രീയ കക്ഷികളുടെ പ്രചാരണ പരിപാടികൾ സജീവമായി പുരോഗമിക്കുന്നു. തിരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന ഘട്ടങ്ങളിലും സമ്മതിദാന അവകാശം ഫലപ്രദമായി വിനിയോഗിക്കണമെന്ന് വോട്ടർമാരോട് അഭ്യർത്ഥിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വെടിവയ്പിൽ പരിക്കേറ്റ സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫീക്കോയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി റിപ്പോർട്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം ഉൾപ്പെടെ 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മോശം കാലാവസ്ഥ മൂലം IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസ് മത്സരം വൈകുന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ 4 ഘട്ടങ്ങളിൽ ആകെ 66.95% പോളിംഗ് രേഖപ്പെടുത്തിയതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരഞ്ഞെടുപ്പിന്റെ ആദ്യ 4 ഘട്ടങ്ങളിലായി 451 ദശലക്ഷത്തിലധികം പൌരന്മാർ സമ്മതിദാന അവകാശം വിനിയോഗിച്ചു. അവശേഷിക്കുന്ന 3 ഘട്ടങ്ങളിലും വോട്ടവകാശം ഫലപ്രദമായി വിനിയോഗിക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭ്യർത്ഥിച്ചു. അവസാനത്തെ 3 ഘട്ടങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങളിൽ വോട്ടർമാർക്കുള്ള അവബോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. ഈ മാസം 20, 25 തീയതികളിലും അടുത്ത മാസം 1-നുമാണ് 5, 6, 7 ഘട്ടങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ്. അവസാന 3 ഘട്ടങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങളിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രമുഖ നേതാക്കൾ നയിക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ സജീവമായി പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളിലേക്ക്. പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിലെ ജൌൻപൂർ, ഭദൌതി, പ്രതാപ്ഗഡ് എന്നിവിടങ്ങളിൽ പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുത്തു. രാവിലെ അദ്ദേഹം ലാൽഗഞ്ചിലും തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. നാളെ ബരാബങ്കി, ഫത്തേപൂർ, ഹാമിർപൂർ മണ്ഡലങ്ങളിൽ 3 പൊതുയോഗങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ അമിത്ഷാ ബീഹാറിൽ പൊതുസമ്മേളനത്തിൽ സംസാരിച്ചു. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി റായ്ബറേലി മണ്ഡലത്തിൽ ഇന്ന് പ്രചാരണം നടത്തി. ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് പഞ്ചാബിലെ അമൃത്സറിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ആം ആദ്മി പാർട്ടി MP സ്വാതി മലിവാളിനോട് പാർട്ടി കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ബിഭവ് കുമാർ മോശമായി പെരുമാറിയെന്ന ആരോപണത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ബിഭവ് കുമാറിനോട് നാളെ ഹാജരാകാൻ വനിതാ കമ്മീഷൻ നിർദ്ദേശിച്ചു. അതേസമയം വിഷയത്തിൽ അരവിന്ദ് കെജ്രിവാൾ മറുപടി പറയണമെന്നും മറുപടിയില്ലെങ്കിൽ രാജിവെക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള കേസ് പ്രത്യേക കോടതി പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റാരോപിതരെ അതേ നിയമത്തിലെ 19-ാം വകുപ്പ് ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അധികാരമില്ലെന്ന് സുപ്രീം കോടതി. സമൻസ് പ്രകാരം കോടതിയിൽ ഹാജരാകുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വേണമെങ്കിൽ ED പ്രത്യേക കോടതിയിൽ അപേക്ഷ നൽകണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ അഭയ് S. ഓക്ക, ഉജ്ജൽ ഭൂയാം എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കുറ്റകൃത്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടെങ്കിൽ ഇതിനകം സമർപ്പിച്ച പരാതിയിൽ കുറ്റാരോപിതനായി ചൂണ്ടിക്കാണിക്കാത്തയാളെ EDക്ക് അറസ്റ്റ് ചെയ്യാമെന്നും ബെഞ്ച് അറിയിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ അറസ്റ്റ് ചെയ്ത ഝാർഖണ്ഡ് ഗ്രാമവികസന മന്ത്രി അലംഗീർ ആലമിനെ കോടതിയിൽ ഹാജരാക്കി. ആലമിനെ 6 ദിവസത്തെ റിമാൻഡ് കാലാവധി കോടതി അംഗീകരിച്ചു. ടെൻഡർ കമ്മീഷൻ അഴിമതി കേസിൽ ED നടത്തിയ അന്വേഷണത്തിൽ 35 കോടിയിലധികം രൂപ ആലമിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. പ്രമേഹം, ഹൃദ്രോഗം, കരൾ രോഗങ്ങൾ തുടങ്ങിയവയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന 41 മരുന്നുകളുടെയും 6 മിശ്രണങ്ങളുടെയും വില കേന്ദ്ര സർക്കാർ കുറച്ചു. ദേശീയ മരുന്ന് വില നിയന്ത്രണ അതോറിറ്റിയുടെ യോഗത്തിലാണ് തീരുമാനം. അവശ്യ മരുന്നുകളുടെ വില പൊതുജനങ്ങൾക്ക് താങ്ങാനാവുന്ന തരത്തിൽ തുടരുന്നുവെന്ന് ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടാണ് വില കുറച്ചത്. മരുന്നുകളുടെ വില കുറച്ച വിവരം ഡീലർമാരെ അറിയിക്കാൻ മരുന്ന് കമ്പനികൾക്ക് അതോറിറ്റി നിർദ്ദേശം നൽകി. ഫോസിൽ ഇതര ഇന്ധന സ്രോതസ്സുകളിൽ നിന്നുള്ള രാജ്യത്തിന്റെ സ്ഥാപിത വൈദ്യുതി ശേഷി 2030ഓടെ 50% വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പുനരുപയോഗ ഊർജ്ജ സെക്രട്ടറി ഭൂപീന്ദർ സിംഗ് ഭല്ല. നെതർലാൻഡിലെ റോട്ടർഡാമിൽ 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള ഹൈഡ്രജൻ സമ്പദ് വ്യവസ്ഥയെ രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യ ഒരു പ്രധാന ഘടകമായി ഉയർന്നു വരികയാണെന്ന് ശ്രീ ഭൂപീന്ദർ സിംഗ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. വെടിവെപ്പിൽ പരിക്കേറ്റ സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫീക്കോയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി റിപ്പോർട്ട്. ഇന്നലെ ഉച്ചകഴിഞ്ഞ് പാർട്ടി യോഗത്തിന് ശേഷം പുറത്തു വന്നപ്പോഴാണ് ഫീക്കോയ്ക്ക് വെടിയേറ്റത്. വയറ്റിൽ വെടിയേറ്റ അദ്ദേഹത്തെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. പ്രധാനമന്ത്രിയുടെ ജീവന് നിലവിൽ ഭീഷണിയില്ലെന്ന് സ്ലോവാക്യൻ ഉപപ്രധാനമന്ത്രി ടോമസ് തരാബ അറിയിച്ചു. സംഭവസ്ഥലത്ത് നിന്ന് അക്രമിയെ കസ്റ്റഡിയിലെടുത്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടുക്കം രേഖപ്പെടുത്തി. റോബർട്ട് ഫീക്കോ വേഗം സുഖം പ്രാപിക്കട്ടെയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആകാശവാണി ഡയറക്ടർ ജനറലായി ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് മുതിർന്ന ഉദ്യോഗസ്ഥ മൌഷ്മി ചക്രവർത്തി ചുമതലയേറ്റു. 1991 ബാച്ച് IIS ഉദ്യോഗസ്ഥയാണ്. വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ വിവിധ മാധ്യമ വിഭാഗങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നിലവിൽ ആകാശവാണി വാർത്താ വിഭാഗം ഡയറക്ടർ ജനറലാണ്. കേരളത്തിൽ ഈ മാസം 31 കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചക്രവാത ചുഴിയുടെ പ്രഭാവത്താൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ 4 വയസ്സുകാരിയുടെ ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചെന്ന പരാതിയിൽ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിജോൺ ജോൺസണെ സസ്പെൻഡ് ചെയ്തു. സംഭവത്തെപ്പറ്റി അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കൈവിരൽ ശസ്ത്രക്രിയയ്ക്ക് തിയേറ്ററിൽ പ്രവേശിപ്പിച്ച കുട്ടിക്ക് നാവിൽ ശസ്ത്രക്രിയ ചെയ്തതായാണ് പരാതി. മോശം കാലാവസ്ഥ മൂലം IPLൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസ് മത്സരം വൈകുന്നു. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ ഹൈദരാബാദ് 4-ാമതും ഗുജറാത്ത് 8-ാമതുമാണ്. ഇന്ത്യൻ ഫുട്ബോൾ താരം സുനിൽ ഛേത്രി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നു. കൊൽക്കത്തയിൽ ജൂൺ 6 കുവൈത്തിനെതിരെ നടക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരമാകും ഛേത്രിയുടെ അവസാന അന്താരാഷ്ട്ര മത്സരം. ഇന്ത്യയ്ക്കായി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഗോളുകൾ നേടിയ താരമാണ് സുനിൽ ഛേത്രി. ഭുവനേശ്വറിൽ നടക്കുന്ന 27ാമത് ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ ജാവ്ലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര സ്വർണ്ണ മെഡൽ നേടി. ആദ്യ ശ്രമങ്ങളിൽ പിന്നിലായിരുന്ന നീരജ് 4ാം റൌണ്ടിൽ 82.27 മീറ്റർ എറിഞ്ഞ് ലീഡ് നേടുകയായിരുന്നു. 2021 ശേഷം ഇതാദ്യമായാണ് നീരജ് ചോപ്ര ആഭ്യന്തര മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. ബാങ്കോക്കിൽ നടക്കുന്ന തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റന്റെ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ മീരാബാൽ ലുവാങ് മൈസ്നം ക്വാർട്ടർ ഫൈനലിൽ കടന്നു. ഡെൻമാർക്കിന്റെ മാർട്സ് ക്രിസ്റ്റഫേഴ്സിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ താരത്തിന്റെ മുന്നേറ്റം. 2024 T20 ലോകകപ്പിൽ ആംഗ്യഭാഷയിൽ വിവരണം നൽകിയതിന് ടെലിവിഷൻ ചാനലുകളെ അഭിനന്ദിച്ച് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. ഇന്ത്യൻ സൈനിങ് ഹാൻഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡുമായി ചേർന്നാണ് സ്വകാര്യ സ്പോർട്സ് ചാനലുകൾ ആംഗ്യഭാഷയിൽ വിവരണം നൽകിയത്. എല്ലാവരെയും ഉൾച്ചേർക്കുക എന്ന സർക്കാരിന്റെ കാഴ്ചപ്പാടുമായി ചേർന്ന് പോകുന്ന മികച്ച നടപടിയായിരുന്നു ഇതെന്ന് കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. റഷ്യയും ചൈനയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച കരാറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുമെന്ന് പുടിനും ഷീ ജിൻപിങ്ങും ബീജിംഗിൽ സംയുക്ത പ്രസ്താവന നടത്തി. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് രാഷ്ട്രീയ പരിഹാരം വേണമെന്നാണ് ചൈനയും റഷ്യയും ആഗ്രഹിക്കുന്നതെന്ന് ഷീ ജിൻപിങ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. രാഷ്ട്രീയ കക്ഷികളുടെ പ്രചാരണ പരിപാടികൾ സജീവമായി പുരോഗമിക്കുന്നു. തിരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന ഘട്ടങ്ങളിലും സമ്മതിദാന അവകാശം ഫലപ്രദമായി വിനിയോഗിക്കണമെന്ന് വോട്ടർമാരോട് അഭ്യർത്ഥിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വെടിവെപ്പിൽ പരിക്കേറ്റ സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫീക്കോയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി റിപ്പോർട്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം ഉൾപ്പെടെ 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മോശം കാലാവസ്ഥ മൂലം IPLൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസ് മത്സരം വൈകുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.